നമസ്കാരം. ശിരൂരിൽ കാണാതായ അർജുനായി നാടൊന്നാകെ തെരച്ചിൽ ആരംഭിച്ചിട്ട് 11 നാൾ പിന്നിടുകയാണ്. ആശാവഹമായ ഒന്നും ഇതുവരെയും ലഭിച്ചില്ല എങ്കിലും അർജുനെ കണ്ടെത്താൻ സാധ്യമായ എല്ലാം ചെയ്യുകയാണ് ഒരു കൂട്ടം മനുഷ്യർ. കനത്ത മഴയെയും കുത്തിയൊലിച്ചു വരുന്ന ഗംഗാവലി പുഴയെയും എല്ലാം വെല്ലുവിളിച്ചാണ് രക്ഷാദൗത്യം പുരോഗമിക്കുന്നത്. മണ്ണിനടിയിൽ പലയിടങ്ങളിൽ ലോക സാന്നിധ്യം തിരിച്ചറിഞ്ഞെങ്കിലും ഒരിടത്ത് പോലും മനുഷ്യ സാന്നിധ്യം കണ്ടെത്താനായിട്ടില്ല. പ്രതീക്ഷയോടെ നാടൊന്നാകെ കാത്തിരിക്കുകയാണ് നെഞ്ചെടുപ്പിന്റെ 11 നാൾ. ആശങ്കയുടെയും അനിശ്ചിതത്വത്തിന്റെയും 11 ദിവസങ്ങളാണ് കടന്നുപോകുന്നത്. കർണാടക ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള കാത്തിരിപ്പ് ഈ നിമിഷവും തുടരുകയാണ്. തുടക്കത്തിൽ അനാസ്ഥയും ആശയക്കുഴപ്പവുമായിരുന്നു പ്രശ്നമെങ്കിൽ ഇപ്പോൾ ഗംഗാവലി പുഴയിലെ അടിയൊഴുക്കാണ് പ്രതിസന്ധി. അർജുൻ ഓടിച്ച ലോറി പുഴയുടെ അടിത്തട്ടിലുണ്ടെന്ന് ഉറപ്പിച്ചെങ്കിലും അതിനുള്ളിൽ അർജുനുണ്ടോ എന്ന് നേരിട്ടെത്തി പരിശോധിക്കാൻ മുങ്ങൽ വിദഗ്ധർക്ക് സാധിച്ചിട്ടില്ല. അടുത്ത സാധ്യത തേടുകയാണ് രക്ഷാസംഘം. ശിരൂരിൽ ഇതുവരെ സംഭവിച്ചതെന്ത് കാണാം. ഇന്നലെയൊക്കെ ഞങ്ങൾക്ക് വിളിച്ചപ്പോൾ ഫോൺ റിങ് ചെയ്തു. ഗംഗാവലി പുഴയുടെ തീരത്ത് ഉയർന്നു നിന്ന മണ്ണുമല നിലം പതിച്ചത് ഈ മാസം 16-ന്. ദേശീയപാതയും മൂടി അരികിൽ നിറഞ്ഞൊഴുകിയ പുഴയുടെ ഗതി പോലും മാറ്റിയ മഹാദുരന്തം. നിമിഷനേരം കൊണ്ട് പ്രദേശമാകെ ചെളിയും മണ്ണും കൊണ്ട് മൂടി. പാതയോരത്ത് ചായക്കട നടത്തിയിരുന്ന ലക്ഷ്മൺ നായിക്കിന്റെയും 2 പിഞ്ചു കുഞ്ഞുങ്ങളുടെയും ഉൾപ്പെടെ 7 പേരുടെ മൃതദേഹം അന്ന് തന്നെ കണ്ടെത്തി. എന്നാൽ മണ്ണിനടിയിൽ അർജുനും ലോറിയും ഉണ്ടെന്ന വിവരം പുറത്തുവന്നത് 3 ദിവസത്തിനു ശേഷമാണ്. ദുരന്തമുഖത്ത് ആദ്യ 3 ദിനങ്ങളിൽ നാം കണ്ടത് കടുത്ത അനാസ്ഥയാണ്. മണ്ണിനടിയിലെ GPS ലൊക്കേഷനുമായി അർജുന്റെ ഉറ്റവർ അങ്കോളയിൽ സഹായം തേടാത്ത സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. കടുത്ത സമ്മർദ്ദത്തിന് വഴങ്ങി 4-ാം ദിനം കർണാടകയിലെ ദുരന്ത നിവാരണ സംവിധാനങ്ങൾ തെരച്ചിലിനിറങ്ങി. ആദ്യഘട്ടത്തിൽ GPS ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് റേഡാർ പരിശോധന. 4 സിഗ്നൽ ലഭിച്ചു. പ്രതീക്ഷയോടെ മണ്ണ് നീക്കി. എന്നാൽ ലോറിയുടെ സാന്നിധ്യം എവിടെയും കണ്ടെത്താനായില്ല. അഞ്ചാം ദിനവും പരിശോധന തുടർന്നെങ്കിലും ആശാവഹമായ ഒന്നും തന്നെ കിട്ടിയില്ല. രക്ഷാപ്രവർത്തനം മന്ദഗതിയിലെന്ന് അർജുന്റെ കുടുംബവും നാട്ടുകാരും ആരോപിച്ചു. ഒടുവിൽ അർജുന്റെ കുടുംബം ആവശ്യപ്പെട്ടതുപോലെ 6-ാം ദിനം സൈന്യമെത്തി. അതീവ ദുഷ്കര സാഹചര്യങ്ങളെ അതിജീവിക്കാൻ കരുത്തുള്ള സൈന്യത്തിൽ എല്ലാ പ്രതീക്ഷയും അർപ്പിച്ചു. പതിനഞ്ച് മീറ്റർ ആഴത്തിൽ പരിശോധന നടത്താൻ സഹായിക്കുന്ന ഡീപ്പ് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള സൈന്യത്തിന്റെ തെരച്ചിലിൽ കരയിലെ കല്ലും മണ്ണും നിറഞ്ഞ ഭാഗത്ത് സിഗ്നൽ ലഭിച്ചു. വീണ്ടും പ്രതീക്ഷയോടെ കാത്തിരിപ്പ്. മണിക്കൂറുകൾക്കകം അതും ലോറിയല്ല എന്ന് വ്യക്തമായി. പിന്നാലെ ലോറി കരയിലില്ലെന്ന സൈന്യത്തിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം. എട്ടാം ദിനത്തിലും ശിരൂരിൽ സൈന്യം തുടർന്നു. നേവിയുടെ കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ച് ഗംഗാവലിയുടെ ആഴങ്ങളിൽ പരിശോധന നടത്തി. കനത്ത മഴയും പുഴയുടെ ഗതിമാറ്റവും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കി. പത്താം ദിനത്തിലാണ് മറ്റ് നിർണായക സൂചനകൾ ലഭിച്ചത്. കൂറ്റൻ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചും ഡ്രോണുകൾ ഉപയോഗിച്ചും പുഴയിൽ നടത്തിയ തെരച്ചിലിൽ കരയിൽ നിന്ന് 50 മീറ്റർ അകലെ ലോറിയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു. പക്ഷേ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താനായില്ല.
പ്രതീക്ഷയുടെ 11ാം നാളും തെരച്ചിൽ ഊർജിതമായി തുടരുകയാണ്. ടീം 24 ഷിരൂർ. മോശം കാലാവസ്ഥയിലും ഷിരൂരിലെ രക്ഷാദൗത്യം തുടരും. തെരച്ചിലിനായി പുതിയ രീതികൾ സ്വീകരിക്കാനാണ് നീക്കം. കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കാലാവസ്ഥ അനുകൂലമാകണമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. രക്ഷാദൗത്യം വിലയിരുത്താൻ ചേർന്ന ഉന്നതതല യോഗത്തിന് ശേഷമാണ് മന്ത്രിയുടെ പ്രതികരണം. എന്ത് പ്രതിസന്ധികളുണ്ടെങ്കിലും ലക്ഷ്യത്തിലേക്ക് എത്തുവാനുള്ള ശ്രമം തുടരണമെന്നുള്ള ഞങ്ങൾ കൂട്ടായി എടുത്തിട്ടുള്ള തീരുമാനം പൊതുവെ യോഗത്തിൽ ചർച്ച ചെയ്യുകയും അത് തീരുമാനമായി മാറുകയാണ് ചെയ്തിട്ടുള്ളത്. സാധ്യമാകുന്ന പുതിയ രീതികളും അവലംബിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. കാലാവസ്ഥ അനുകൂലമാകുന്ന സാഹചര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ് ഈ ചർച്ചയിൽ പൊതുവെ ഉയർന്നു വന്നിട്ടുള്ളത്. എന്നാൽ ഈ കാലാവസ്ഥയിൽ തന്നെ ചെയ്യാൻ സാധിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. അത് അതേപോലെ തുടരുകയും പുതിയ മെത്തേഡുകൾ അതുപോലെ പുതിയ സംവിധാനങ്ങൾ ആലോചിക്കാനുള്ള ഇടപെടൽ നടത്തുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ് പൊതുവെ നിശ്ചയിച്ചിട്ടുള്ളത്. തെരച്ചിൽ നടത്തേണ്ട സ്ഥലം കണ്ടെത്തിയെന്ന് കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ പറഞ്ഞു. ഐബോർഡ് സംഘം ലോറിയുടെ കൃത്യമായ ചിത്രം നൽകിയിട്ടുണ്ട്. കൂടുതൽ ആഴത്തിൽ പരിശോധിക്കാൻ കഴിയുന്ന മെഷീൻ ബംഗളൂരുവിൽ നിന്നും എത്തിക്കുമെന്നും കാർവാർ MLA പറഞ്ഞു. In every angle we have finalized that, Baba, that is the particular place wherein we have to search. That search is going on, and apart from that, first initially we have bought from NIA, National Institute of Technology, NIT, and that is a metal detector of 6 feet. Then we have one more detector we have bought from Bangalore also, that is 10 meter. അതേസമയം ഇതുവരെ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താനായിട്ടില്ല എന്ന് ഉത്തര കന്നഡ കളക്ടർ ലക്ഷ്മി പ്രിയ വ്യക്തമാക്കി. സ്പോട്ട് 3 കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധന നടത്തുമെന്ന് ഉത്തര കന്നഡ SP M നാരായണ 24നോട് പറഞ്ഞു. അതിനിടെ ഡ്രോൺ പരിശോധനയിൽ ഗംഗാവലി നദിയിലെ മൺകൂനയ്ക്ക് സമീപം ലോറിയുടേതിന് സമാനമായ പുതിയ സിഗ്നൽ കണ്ടെത്തി. നദിക്കരയിലെ തെരച്ചിലിൽ ഇലക്ട്രിക് ടവറിന്റെ ഭാഗവും കണ്ടെടുത്തു. ദുരന്തത്തിൽപ്പെട്ട ലോറിയിൽ അർജുൻ ഉണ്ടായിരുന്നില്ല എന്ന സംശയം ബലപ്പെടുന്നുണ്ട്. ഷിരൂരിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ, ഒപ്പം തന്നെ എസ് ശ്രീകാന്ത്, അതുപോലെ അരുൺ പാറയ്ക്കൽ, ഒപ്പം അരുൺ പൂപ്പറമ്പ എന്നിവർ വിവരങ്ങളുമായി ചേരും. ആദ്യം ഷഫീദ് റാവുത്തറിലേക്കാണ്. ഷഫീദ്, ചില പുതിയ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഷഫീദ് അത് പങ്കുവെക്കുന്നുണ്ട്. തെരച്ചിലുമായി ബന്ധപ്പെട്ട് സംയുക്ത പരിശോധനാ റിപ്പോർട്ട് ഉടൻ കർവാർ ജില്ലാ കളക്ടർക്ക് കൈമാറും എന്നതടക്കം എല്ലാവരും കാത്തിരിക്കുന്നത് റിട്ടയർഡ് ജനറൽ ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം അവരുടെ വിലയിരുത്തലുകൾ അല്പസമയത്തിനകം തന്നെ പുറത്തുവരും എന്ന് നേരത്തെ അറിയിച്ചിരുന്നു. അതിനാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. തുടർന്ന് എങ്ങനെ ആക്ഷൻ പ്ലാൻ വേണം എന്നുള്ള കാര്യത്തിലൊക്കെ അത് നിർണായകമായിരിക്കും. പുതിയ വിവരങ്ങൾ എന്താണ് ഷഫീദ് റാവുത്തർ? റിജിത്ത, ഷിരൂരിൽ നിന്ന് മിനിറ്റുകൾക്ക് മുൻപ് നമുക്ക് ലഭിച്ച ഔദ്യോഗിക വിവരമനുസരിച്ച് ഇതുവരെ നടത്തിയിട്ടുള്ള റെസ്ക്യൂ ഓപ്പറേഷന്റെ സംയുക്ത റിപ്പോർട്ട് അതുടൻ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക്, അതായത് അധികാരികൾക്ക്, കാർവാർ കളക്ടർക്ക് കൈമാറും എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. മിനിറ്റുകൾക്ക് മുൻപ് നമുക്ക് ലഭിച്ച അപ്ഡേഷനാണ്. അതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കരസേന, നാവികസേന, NDRF, SDRF എന്നിവർ ഇത്രയും ദിവസം നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ റിപ്പോർട്ട് സംയുക്തമായി കളക്ടർക്ക് കൈമാറും. ഇതിനോടൊപ്പം തന്നെ ഡ്രോൺ പരിശോധനാ വിവരങ്ങളും കൈമാറും. അതിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളത് ഒരു പക്ഷേ ജില്ലാ ഭരണകൂടമായിരിക്കും ഇനി നമ്മളോട്, അല്ലെങ്കിൽ ഈ സ്ഥലം MLAയോ മന്ത്രിമാരോ ഒക്കെ ആയിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോട് ഇനി വിശദീകരിക്കാൻ പോവുക. പക്ഷേ ചില നിർണായക കണ്ടെത്തലുകൾ അതിലുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇപ്പോഴും ഡ്രോൺ പരിശോധന കഴിഞ്ഞ കുറച്ച് മിനിറ്റുകൾക്ക് മുൻപ് വരെ അവിടെ തുടരുകയാണ്, ഡീകോഡിംഗ് തുടരുകയായിരുന്നു. ഇനി അതും അവസാനിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ഷിരൂരിൽ ഇപ്പോൾ മുഴുവൻ തിരച്ചിലും അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് മുഴുവൻ ദിവസത്തെ ഒരു കാര്യം നമ്മൾ വേഗത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇന്നത്തെ ഡ്രോൺ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ നമ്മൾ കണ്ടത്. ഇന്നലെ ഡ്രോൺ പരിശോധന ഇന്നലെ രാത്രി 8 മണിയോടുകൂടി അവസാനിപ്പിക്കുമ്പോൾ ചില നിർണായകമായിട്ടുള്ള വിവരങ്ങളും സിഗ്നലുകളും, ശക്തി കുറഞ്ഞ സിഗ്നലുകൾ അവർക്ക് ലഭിച്ചിരുന്നു ആ പരിശോധനയിൽ, ഡ്രോൺ പരിശോധനയിൽ. ഇന്നും രാവിലെ അത് തുടരും. അക്കാര്യത്തിൽ ചില വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കിട്ടും എന്നുള്ളതായിരുന്നു നമ്മൾ വിചാരിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇന്ന് രാവിലെ ആദ്യം പരിശോധന ഏതാണ്ട് 9 മണിയോടുകൂടി ആരംഭിച്ചത് നാവികസേനയായിരുന്നു. ഈ പുഴയുടെ അടിയൊഴുക്കടക്കമുള്ള കാര്യങ്ങൾ വലിയ തരത്തിൽ തിരിച്ചടിയായി 7 നോട്ടായി അത് തുടർന്നതാണ്. നാവികസേനയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട ആ പുഴയിൽ ഇറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷം ഡ്രോൺ പരിശോധനകൾ ആരംഭിച്ചു. ഡ്രോൺ പരിശോധനയിൽ ഇന്ന് ലഭിച്ച ഏറ്റവും നിർണായകമായ വിവരം, അത് 4ാമത് മറ്റൊരു ഒബ്ജക്റ്റ് കൂടി കണ്ടെത്തി. 4ാമത്തെ സ്പോട്ടിൽ മറ്റൊരു സിഗ്നൽ സാന്നിധ്യം കിട്ടി എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ ദിവസം വൈകുന്നേരത്തെ കൂടെ അടുക്കുമ്പോൾ ഈ കാർവാർ SP
പിയും കാർവാർ MLAയും കളക്ടർ അടക്കമുള്ള ആളുകൾ പറയുന്നത് മൂന്നാമത്തെ സ്പോട്ടിൽ ചില നിർണായക വിവരങ്ങളുണ്ട്. അങ്ങനെ ചില സാന്നിധ്യങ്ങൾ കണ്ടെത്തി അതിൻ്റെ റഡാർ അടക്കമുള്ള പരിശോധനാ ഫലങ്ങൾ അത് റിസീവ് ചെയ്തു. ഇനി അതിൻ്റെ ഇമേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തുവിടണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിൽ എന്താണ് ഉള്ളത് എന്നുള്ളത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയി നമ്മളുടെ ഈ ഡ്രോൺ പരിശോധനയിൽ, ഐബോർഡ് ഡ്രോൺ പരിശോധനയിൽ നമുക്ക് ലഭിക്കും. പക്ഷേ അതിൻ്റെ പിക്ചറൈസേഷൻ നടക്കുന്നത് പ്രോസസ്സിലാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും അത് നമുക്ക് ഒരു പക്ഷേ നേരിട്ട് കിട്ടണമെന്നില്ല. ഇനി ജില്ലാ ഭരണകൂടമായിരിക്കും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിവരിക്കുക. ഇനി പ്രധാനമായും നമ്മൾ ഉറ്റുനോക്കുന്നത് ഈ ഡ്രോൺ പരിശോധനയിൽ ലഭിച്ച വിവരങ്ങൾ എന്തൊക്കെ എന്നുള്ളതാണ്. അതിൽ 3-4 പോയിന്റുകൾ കേന്ദ്രീകരിച്ച്, സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ അത് കിട്ടിയിട്ടുണ്ട്. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലനും സംഘത്തിനും കിട്ടിയിട്ടുണ്ട്. ഇന്ദ്രബാലൻ ഇന്ന് ഇവിടെ സ്ഥലത്തുണ്ടായിരുന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ സംഘം ഇന്ന് പരിശോധന തുടർന്നിരുന്നു. ഏതായാലും നിർണായകമായിട്ടുള്ള വിവരങ്ങൾ അവരുടെ പക്കലുണ്ട്. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം ഒന്നുകൂടി പറയുന്നു. ഇതുവരെ നടത്തിയ രക്ഷാദൌത്യത്തിന്റെ സംയുക്ത റിപ്പോർട്ട് അതുടൻ കാർവാർ കളക്ടർക്ക് കൈമാറും. ഇനി കാർവാർ കളക്ടറായിരിക്കും അതുമായി ബന്ധപ്പെട്ട കർണാടക സർക്കാരുമായി ഈ കാര്യങ്ങൾ ധരിപ്പിച്ച് തുടർ നടപടികൾ, തുടർ തിരച്ചിൽ എങ്ങനെയാണ്, നേരത്തെ ഈ മറ്റു ചില പരിശോധന നടപടികൾ നാളെ നടത്തും എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. അതടക്കമുള്ള കാര്യങ്ങൾ അത് നമുക്ക് വരും മണിക്കൂറുകളിൽ കൂടുതൽ വ്യക്തതയോടെ അറിയാൻ കഴിയും. റീജിത്ത. ഷഫീദ്, ഡ്രോൺ പരിശോധന ഉൾപ്പെടെ മുഴുവൻ തെരച്ചിൽ നടപടികളും ഇന്നത്തേക്ക് നിർത്തിയിരിക്കുന്നു. ഇനി 12ാം നാളുള്ള കാത്തിരിപ്പ്. അങ്ങനെയാണോ ഷഫീദ്? ഷഫീദ് റാവുത്തറിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താമെന്ന് കരുതുന്നു. ചില പുതിയ വിവരങ്ങൾ ഷിരൂരിൽ നിന്ന് പുറത്തു വരികയാണ്. തെരച്ചിലിന്റെ സംയുക്ത പരിശോധനാ റിപ്പോർട്ട് ഉടൻ കാർവാർ ജില്ലാ കളക്ടർക്ക് കൈമാറാൻ പോകുന്നു. കരസേന, നാവികസേന, NDRF, SDRF എന്നിവരുടെ രക്ഷാപ്രവർത്തന റിപ്പോർട്ടാണ്. ഇതുവരെ സ്വീകരിച്ച നടപടികൾ വിശദീകരിക്കുന്ന റിപ്പോർട്ടാണ് സംയുക്തമായി കളക്ടർക്ക് കൈമാറാൻ പോകുന്നത്. ഷിരൂരിൽ ഡ്രോൺ പരിശോധന ഉൾപ്പെടെ മുഴുവൻ തെരച്ചിൽ നടപടികളും ഇന്നത്തേക്ക് അവസാനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. കാലാവസ്ഥ പ്രതികൂലമായി നിൽക്കുന്നത് പ്രേക്ഷകർക്കറിയാം. തുടർന്നുള്ള നടപടികൾ എങ്ങനെ വേണം എന്നുള്ള ആലോചന അവിടെ സജീവമായി നടക്കുന്നുണ്ട്. ഷഫീദ് റാവുത്തർ വീണ്ടും ചേരുകയാണ്. ഷഫീദ്, ഇന്നിപ്പോൾ ഡ്രോൺ പരിശോധന ഉൾപ്പെടെ മുഴുവൻ തെരച്ചിൽ നടപടികളും ഇന്നത്തേക്ക് അവസാനിപ്പിച്ചിരിക്കുന്നു, അങ്ങനെയല്ലേ ഷഫീദ്? മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കമുള്ള ആളുകളുമായി വൈകിട്ട് 7:30 ശേഷം ഒരു അവലോകന യോഗമുണ്ട്. അവലോകന യോഗത്തിൽ അക്കാര്യങ്ങൾ ധരിപ്പിക്കും. റീജിത്ത. ഷഫീദ്, ഇന്നത്തെ തെരച്ചിൽ എല്ലാ നടപടികളും പൂർണ്ണമായി നിർത്തി, അങ്ങനെയാണോ ഷഫീദ്? ഷഫീദ് റാവുത്തർ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഇനി തുടർന്നുള്ള നീക്കങ്ങൾ എങ്ങനെ, രക്ഷാദൌത്യത്തിൻ്റെത് എന്നുള്ളതാണ് ശ്രദ്ധേയം. നിലവിലുള്ള വെല്ലുവിളികളെ എല്ലാം മറികടന്നുകൊണ്ട് പുതിയ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാഹചര്യം വിലയിരുത്തിയതിനു ശേഷമുള്ള തുടർ നീക്കങ്ങൾ അതെങ്ങനെ വേണം എന്നുള്ള കാര്യം രക്ഷാദൌത്യ സംഘം ആലോചിക്കുകയാണ്. ഉന്നതതല യോഗമടക്കം ചേരുന്നുണ്ട്, സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. അതിനുശേഷമാണ് ആക്ഷൻ പ്ലാനിന് ഒരു പൂർണ്ണ രൂപം നൽകുക. നേരത്തെ ഷഫീദ് ചൂണ്ടിക്കാട്ടിയതുപോലെ റിട്ടയർഡ് ജനറൽ ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അവർ കൈമാറുന്ന വിവരങ്ങൾ അത് അതിപ്രധാനമാണ്. അതിനുശേഷം പോയിന്റ് 3-ൽ ലോറിയുണ്ട് എന്നുള്ള വിലയിരുത്തലിലേക്ക് ഔദ്യോഗികമായി തന്നെ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നതോടുകൂടി ആ പോയിന്റിലേക്ക് കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലായിരിക്കും പിന്നെ ഉണ്ടാവുക. പക്ഷേ അവിടേക്ക് എങ്ങനെ എത്തും എന്നുള്ളത് ഒരു വെല്ലുവിളിയായി തന്നെ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ സാധ്യമായ എന്തൊക്കെ സംവിധാനങ്ങൾ അവിടെ ഉപയോഗപ്പെടുത്തും എന്നുള്ളതാണ് ഇനി പരിശോധിക്കേണ്ടത്. നാളത്തെ ദിനം ആ തെരച്ചിലിൻ്റെ സ്വഭാവം എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം ശ്രീകാന്ത് വിശദീകരിക്കും. ശ്രീകാന്ത്, ഇനിയുള്ള ദൗത്യം എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക? ശ്രീകാന്ത്. ഇത് 11ാം ദിവസമാണ്. നാളെ 12ാം ദിവസം തെരച്ചിൽ ആരംഭിക്കുമ്പോൾ നമുക്കറിയേണ്ട ചോദ്യം, ആ 1ാം ദിവസത്തെ അതേ ചോദ്യം തന്നെയാണ് അവശേഷിക്കുന്നത്. ഈ ലോറി അത് കൃത്യമായി ഏത് ഭാഗത്താണുള്ളത്? നിലവിൽ ഇപ്പോൾ പറയുന്നത് 3ാം സ്പോട്ടിൽ ലോറി ഉണ്ട്, ഇന്ന് വൈകുന്നേരത്തോടു കൂടി അതിൻ്റെ ഇമേജ് അടക്കം പുറത്തു വരും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ 3ാം സ്പോട്ടിൽ ലോറി ഉണ്ട് എന്ന് ഉറപ്പിച്ചാൽ പിന്നീട് വരാൻ പോകുന്നത് എങ്ങനെ അവിടേക്ക് എത്തും, എങ്ങനെ ഈ ദൗത്യം പൂർത്തീകരിക്കും എന്നുള്ളതാണ്. നിലവിലെ അവസ്ഥയിൽ ഡൈവിംഗ് സാധ്യമല്ല എന്ന് നേവി അറിയിച്ചിട്ടുണ്ട്. കാരണം 7 നോട്ട്സൊക്കെയാണ് ഇപ്പോൾ അവിടെയുള്ള ഈ അണ്ടർ വാട്ടർ കറണ്ട് എന്ന് പറയുന്നത്. അതിനാൽ തന്നെ അവിടേക്ക് നേവി സംഘത്തിന് ഡീപ്പ് ഡൈവ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ പിന്നെ ചെയ്യാൻ സാധിക്കുന്ന മറ്റ് പോംവഴികൾ തേടണം. കാലാവസ്ഥ ഒട്ടും തന്നെ അനുകൂലമല്ല. അതിനാൽ തന്നെ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് ഇന്നൊരു യോഗം നടത്തിയിരുന്നു ദൗത്യസംഘം. മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർ അതിൽ പങ്കെടുത്തു. ഒപ്പം തന്നെ ഈ കാർവാർ MLA, ജില്ലാ കളക്ടർ, SP ഉൾപ്പെടെ എല്ലാ ആളുകളും ആ യോഗത്തിലുണ്ടായിരുന്നു. അവർ രക്ഷാദൗത്യം തുടരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും ഈ വാഹനം കിട്ടുന്നതുവരെയും അത് തുടരുകയും ചെയ്യും. ഇനി പുതിയതായി ഈ കാലാവസ്ഥ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ
പെട്ടെന്നൊന്നും തന്നെ റിക്കവറി നടക്കില്ല. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോഴാണ് ഈ ഫ്ലോട്ടിംഗ് ഫാൻറ്റൂൺ എന്നുള്ള ഒരു ഐഡിയയിലേക്ക് വരികയുണ്ടായത്. ജലത്തിന് മുകളിൽ ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്ന രീതിയിൽ ബോയ അത് കൊണ്ടിടുന്നു. അത് പിന്നീട് ഉരുക്ക് വടം ഉപയോഗിച്ച് ബന്ധിപ്പിച്ച് നിർത്തുന്നു. അതിനു മുകളിലേക്ക് ഡൈവർമാർ വരുന്നു. ഈ വലിയ മൺതിട്ട, ഇപ്പോൾ നദിയുടെ നടുക്ക് കണ്ടെത്തിയ മൺതിട്ടയുണ്ട്. ആ മൺതിട്ടയ്ക്ക് മുകളിൽ ഇറങ്ങി ഈ ലോറി ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുള്ള, അതുണ്ട് എന്ന് സംശയിക്കുന്ന പ്രദേശത്ത് ഡൈവർമാർ ഇറങ്ങുക. അങ്ങനെയാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. ആ നടപടിയായിരിക്കും വരുന്ന ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നത്. നാളെ ഒരു ദിവസം കൊണ്ട് അത് നടക്കില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഗോവയിൽ നിന്നും സാധനമെത്തണം, അത് സ്ഥാപിക്കണം. അതിനുശേഷം അവർക്ക് ഒട്ടനവധി പണി അവിടെ തന്നെ തീർക്കാനുണ്ട്. രണ്ടാമത്തെ കാര്യം അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെ സഹായം തേടുക എന്നുള്ളതാണ്. അവർക്ക് ഈ പുഴയെക്കുറിച്ച്, ഈ നദിയെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. ഇതിലെ അടിയൊഴുക്കുകളെ സംബന്ധിച്ച് ധാരണയുണ്ട്. അതിനാൽ അവരുടെ സഹായം കൂടി തേടിക്കൊണ്ട് രക്ഷാദൗത്യം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഈ നദിക്കരയോട് ചേർന്ന് ഈ ലക്ഷ്മണന്റെ ചായക്കടയിൽ അന്നുണ്ടായിരുന്ന 4 പേരിൽ അർജുനനുണ്ടോ എന്നുള്ള തിരച്ചിൽ തുടരുക എന്നുള്ളതാണ്. അതും ഒരു വശത്ത് നടക്കും. അത്തരത്തിൽ 3 തരത്തിലുള്ള രക്ഷാദൗത്യമാണ് നടക്കാൻ പോകുന്നത്. പക്ഷെ ഒരു കാര്യം പറയാം, ഈ 11ാം ദിവസവും കൃത്യമായ ഒരു ഉത്തരം തരാൻ ഈ അന്വേഷണ സംഘത്തിന്, ദൗത്യ സംഘത്തിന് സാധിച്ചിട്ടില്ല. അർജുന്റെ ലോറി കൃത്യമായി എവിടെയാണ് എന്നത് ഞങ്ങൾ സ്പോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. രാത്രിയാകുമ്പോൾ അതിന്റെ വിവരം തരാം എന്ന് പറയുന്നു. അതിനപ്പുറത്തേക്കൊന്നുമില്ല. അർജുൻ എവിടെ? അർജുനെ കണ്ടെത്താൻ സാധിച്ചോ? ഏതെങ്കിലും തരത്തിൽ മനുഷ്യ സാന്നിധ്യമുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നാണ് മറുപടി. ഈ കാലാവസ്ഥയിൽ ദൗത്യം തുടരാൻ സാധിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ കഴിയില്ല എന്നുള്ളതാണ് മറുപടി. അങ്ങനെയെങ്കിൽ ഇനി എന്താണ് എന്ന് ചോദിക്കുമ്പോഴാണ് ഈ ഫ്ലോട്ടിംഗ് പോണ്ടൂന്റെ കാര്യമടക്കം പറയുന്നത്. പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാണെന്ന് ഇനിയും അറിയില്ല. ആർത്തലച്ചെത്തുന്ന നദിയാണ്. വലിയ മഴ പെയ്യും, ചിലപ്പോൾ മഴയില്ലാതിരിക്കും, ശക്തമായ കാറ്റടിക്കും, അടിയൊഴുക്കുണ്ട്, ജലനിരപ്പ് ഉയരും. ഈ പശ്ചാത്തലത്തിൽ ഈ ഫ്ലോട്ടിംഗ് പോണ്ടൂൺ അവിടെ നിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയം ഇപ്പോഴുമുണ്ട്. പക്ഷേ അവർ അവകാശപ്പെടുന്നത് അത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. പക്ഷേ നേവി പറയുന്നു 2 knots or 3 knots അതെത്താതെ ഞങ്ങൾക്ക് ഡൈവ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ മറ്റ് പോംവഴികൾ ആലോചിക്കുമായിരിക്കാം. പക്ഷേ നമ്മൾ ഇന്ന് ജിതിനോട് സംസാരിച്ചു, ആ കുടുംബത്തിൻ്റെ ഈ അർജുൻ്റെ ബന്ധുവിനോട് സംസാരിച്ചു. അവർ പറയുന്നത് ഇതാണ്: രക്ഷാദൗത്യത്തിൽ തൃപ്തിയുണ്ടോ എന്ന ചോദ്യത്തിന് അത്രയധികം തൃപ്തികരമായിരുന്നില്ല മറുപടി. പറഞ്ഞത് നടക്കട്ടെ, കാത്തിരുന്ന് കാണാം എന്നുള്ളതാണ്. പക്ഷേ ഇവർ ഈ കാലാവസ്ഥ മാറിയതിന് ശേഷം ഈ ദൗത്യം കൂടുതൽ കാര്യക്ഷമമായി ചെയ്യാമെന്ന് പറയുന്നത് ശരിയല്ല. കൂടുതൽ അത് അങ്ങനെ കാലാവസ്ഥ മാറാൻ കാത്തു നിന്നാൽ ഒരാഴ്ചയോ 2 ആഴ്ചയോ ഒക്കെ എടുക്കും. അങ്ങനെയെങ്കിൽ കൂടുതൽ എക്യുപ്മെന്റ്സ് കൊണ്ടുവരണം, കൂടുതൽ ആളുകളെ ഇവിടെ എത്തിക്കണം, എത്രയും വേഗം ലോറി വീണ്ടെടുക്കണം. ഇതാണ് അവരുടെ ആവശ്യം, ജിതിൻ്റെ ആവശ്യം. ആ കുടുംബം കൃത്യമായി അക്കാര്യം പറയുന്നുണ്ട്. പക്ഷേ അത് ഇന്നത്തെ സാഹചര്യത്തിൽ അത് നടക്കും എന്ന് തോന്നുന്നില്ല. കാത്തിരിക്കുക മാത്രമാണ് പോംവഴി. ഇതൊക്കെ തന്നെ നടന്നു എന്ന് പറഞ്ഞാൽ മതി കൃത്യമായി. ഇനി സ്പോട്ട് ചെയ്താൽ പോലും അവിടെ എത്തി ഇത് എടുത്തുകൊണ്ട് വരുന്നു എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ പണിയാണ്. അതൊക്കെ തന്നെ പ്രാവർത്തികമായ ശേഷം മതി. കാരണം ഇന്നലെയും ഇന്നുമൊക്കെ നമ്മൾ വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്നു. ഒന്നും നടന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇന്നൊരു റിപ്പോർട്ട് രാത്രി സമർപ്പിക്കും. അത് മാത്രമാണ് ഇതിലുണ്ടാകാൻ പോകുന്ന എന്തെങ്കിലും ഒരു ബ്രേക്ക് ത്രൂ. ശരി, ശ്രീകാന്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു. രക്ഷാദൗത്യ സംഘത്തിന്റെ സംയുക്ത റിപ്പോർട്ട് ഉടൻ കളക്ടർക്ക് കൈമാറും എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. അതിനുശേഷം സ്പോട്ട് 3യിൽ നിന്നുള്ള ഇമേജ് അടക്കം, ഈ ലോറി അവിടെയുണ്ട് എന്നുള്ള സ്ഥിരീകരണം അടക്കം വന്നതിന് ശേഷമുള്ള തുടർ നടപടികൾ ശ്രദ്ധേയമായിരിക്കും. നിലവിലുള്ള വെല്ലുവിളികളെ മറികടക്കാൻ ഉപയോഗപ്പെടുത്തുന്ന സംവിധാനങ്ങൾ ഏത് തരത്തിലായിരിക്കും ഉപയോഗപ്പെടുത്തുക എന്നുള്ളതൊക്കെ വരും മണിക്കൂറുകളിൽ മാത്രമേ നമുക്ക് വ്യക്തമാവുകയുള്ളൂ. എന്തായാലും ആ സ്പോട്ട് 3യിൽ ലോറിയുണ്ട് എന്നത് സംബന്ധിച്ചുള്ള ഒരു സ്ഥിരീകരണം, അതിൻ്റെ ഇമേജ് അടക്കം പുറത്തു വരുമോ വരുന്ന മണിക്കൂറുകളിൽ എന്നുള്ളത് ശ്രദ്ധയോടുകൂടി എല്ലാവരും കാത്തിരിക്കുകയാണ്. നെഞ്ചിടിപ്പിൻ്റെ 11 ദിവസങ്ങളാണ് പൂർത്തിയാകുന്നത്. ഇനി 12ാം ദിവസത്തെ തിരച്ചിലാണ്. നാളെ കൂടുതൽ സംവിധാനങ്ങളുമായി തിരച്ചിൽ പുനരാരംഭിക്കാനുള്ള നീക്കം, അതിന് മുന്നോടിയായുള്ള കൂടിയാലോചനകൾ ഷിരൂരിൽ സജീവമായി ഉണ്ടാകും. ഷിരൂരിലെ രക്ഷാദൗത്യത്തിൽ നിന്ന് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരങ്ങൾ ഇങ്ങനെയാണ്. അത് തെരച്ചിലുമായി ബന്ധപ്പെട്ട സംയുക്ത പരിശോധനാ റിപ്പോർട്ട് അത് ഉടൻ കാർവാർ ജില്ലാ കളക്ടർക്ക് കൈമാറുമെന്നുള്ളതാണ്. കരസേന, നാവികസേന, NDRF, SDRF എന്നിവരുടെ രക്ഷാപ്രവർത്തനം
പരിശോധന റിപ്പോർട്ട്, ഇതുവരെ സ്വീകരിച്ച നടപടികൾ, അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറാൻ പോകുന്നു. മറ്റൊന്ന്, റിട്ടയർഡ് ജനറൽ ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയ പരിശോധനയിൽ നിന്ന് ലഭിക്കാൻ പോകുന്ന വിവരങ്ങളാണ്. വളരെ സുപ്രധാനമായ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാകും എന്ന് കരുതുന്നുണ്ട്. വളരെ കുറച്ച് സമയത്തിനകം തന്നെ അത് പുറത്തു വരും എന്ന് കരുതുന്നുണ്ട്. സ്പോട്ട് 3-ൽ ഇമേജ് അടക്കമുള്ള കാര്യങ്ങൾ അതിലുണ്ടാകും എന്നാണ് കരുതുന്നത്. ഷഫീദ് റാവുത്തർ തുടരുന്നുണ്ട്. ഷഫീദ്, ശിരൂരിൽ ഡ്രോൺ പരിശോധന ഉൾപ്പെടെ മുഴുവൻ തെരച്ചിൽ നടപടികളും ഇന്നത്തേക്ക് നിർത്തിക്കഴിഞ്ഞോ ഷഫീദ്? റിജിത്ത്, അങ്ങനെ തന്നെയാണ്. കാരണം ഇനിയിപ്പോൾ അങ്ങനെ ഒരു പരിശോധന നടത്തിയിട്ട് കാര്യമില്ല. കാരണം ഈ 7 നോട്ട് എന്നുള്ള അടിയൊഴുക്ക് 6.8 ആയതിനപ്പുറത്തേക്ക് മറ്റു കുറവുകളൊന്നും സംഭവിച്ചിട്ടില്ല. നേവിയെ സംബന്ധിച്ച് അവരുടെ ഡൈവിംഗ് ടീം അങ്ങനെ ഒരു തിരച്ചിലിന്, ഒരു ഡൈവിങ്ങിന് വേണ്ടി ഇറങ്ങണമെങ്കിൽ സ്വാഭാവികമായും അത് 2 നോട്ടിലേക്ക് അല്ലെങ്കിൽ 3 നോട്ടിലേക്ക് മാറണം. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യമില്ല. ഇപ്പോഴുള്ള അടിയൊഴുക്ക് അത് അവർ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഇറങ്ങാൻ സാഹചര്യമുള്ള അടിയൊഴുക്കിനേക്കാൾ വലിയ അന്തരമുണ്ട്, വലിയ കൂടുതലാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ നേവിയെ സംബന്ധിച്ച് ഇനിയൊരു രക്ഷാദൗത്യം അത് ആ നീക്കത്തിലേക്ക് ഇപ്പോൾ കടക്കേണ്ടതില്ല, അല്ലെങ്കിൽ ഡൈവിങ്ങിലേക്ക് ഈ ഒരു സാഹചര്യത്തിൽ കടക്കേണ്ടതില്ല. മാത്രവുമല്ല, ശിരൂരിൻ്റെ ഒരു കാലാവസ്ഥ സംബന്ധിച്ച് നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരേ രീതിയിൽ തന്നെ മഴ അത് തുടരുകയാണ്. മാത്രവുമല്ല, ഈ മലയ്ക്ക് മുകളിൽ വലിയ തരത്തിലുള്ള അടിയൊഴുക്കുകൾ, ഉരുൾപൊട്ടലടക്കമുള്ള കാര്യങ്ങളുണ്ട്, മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കുത്തി ഒഴുകി വരുന്ന അടിയൊഴുക്ക് കുറയാത്ത ഗംഗാവാലി നദിയിൽ എങ്ങനെ ഇറങ്ങി തെരച്ചിൽ നടത്തും? അതൊരു ലൈഫ് റിസ്ക് ജോബാണ് എന്നുള്ള വിലയിരുത്തലാണ് നേവിയെ സംബന്ധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർ മറ്റൊരു ഒരു സാധ്യത അതുമായി ബന്ധപ്പെട്ട് തേടിയിട്ടുള്ളത്. അതല്ലെങ്കിൽ ഈ ജലത്തിന്റെ പ്രതലത്തിന്റെ മുകളിൽ പൊങ്ങിക്കിടക്കുന്ന ആ ഒരു സംവിധാനം അത് ഒരുക്കുക, അതിനകത്ത് ഒരു കമ്പി താഴേക്ക് ഇറക്കിക്കൊണ്ട് ഡൈവേഴ്സിനെ ഇറക്കാനുള്ള സാഹചര്യം അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുക. ഇതാണ് അവർ ഇപ്പോൾ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കം. അത് ആ എക്യുപ്മെന്റ്, ആ സംവിധാനം അത് ഇപ്പോൾ ശിരൂരിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ നാളെ മാത്രമായിരിക്കും അത് നമുക്ക് നദിയിലേക്ക് ഇറക്കി വെച്ചൊരു പരിശോധന അതുമായി ബന്ധപ്പെട്ട് നടത്താൻ കഴിയുക. അതും സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഏതായാലും നിലവിൽ ഇപ്പോൾ ഈ പരിശോധനകളെല്ലാം അവസാനിപ്പിച്ചിട്ടുണ്ട്. അല്പസമയം മുൻപാണ് നമുക്ക് ഡ്രോൺ സംഘത്തിൽ നിർണായകമായ വിവരം ലഭിച്ചത്. അവരുടെ മാത്രമായ ഒരു റിപ്പോർട്ടല്ല, ഇതുവരെ തെരച്ചിൽ നടത്തിയ സംയുക്ത രക്ഷാ ദൗത്യ സംഘത്തിന്റെ റിപ്പോർട്ട് ഉടൻ തന്നെ കാർവാർ ജില്ലാ കളക്ടർക്ക് കൈമാറും. അത് SP ഉൾപ്പെടെയുള്ള ആളുകൾ പരിശോധിക്കും. ശേഷം കർണാടക സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ആളുകളോട് ഈ വിവരം ധരിപ്പിക്കും. അതിനുശേഷം മാത്രമായിരിക്കും നാളത്തെ രക്ഷാ ദൗത്യം എങ്ങനെ എന്നുള്ള കാര്യത്തിൽ ഒരു ധാരണ അല്ലെങ്കിൽ ഒരു പ്ലാൻ, ഒരു ആക്ഷൻ പ്ലാൻ അവരുടെ ഭാഗത്ത് നിന്ന് പൂർണ്ണ അർത്ഥത്തിൽ ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ നമുക്ക് ലഭിച്ച ഒരു വിവരം അനുസരിച്ച് നാളെ വരാനിരിക്കുന്ന പുതിയ സംവിധാനം അത് ശിരൂരിലേക്ക് അടുക്കുന്നു എന്നുള്ള വിവരം നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും നമ്മുടെ ഒരു ആശങ്ക അക്കാര്യത്തിൽ, ഇത്രയും അടിയൊഴുക്കുള്ള, ഇങ്ങനെ കുത്തി ഒഴുകുന്ന ഒരു പുഴയിൽ എങ്ങനെ ആ സംവിധാനങ്ങൾ ഇറക്കും, എങ്ങനെ ആ സംവിധാനത്തിൽ ഒരു തിരച്ചിൽ നടത്തും എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒടുവിലും നമ്മളുടെ പ്രതിനിധി ശ്രീകാന്ത് റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച്, അല്ലെങ്കിൽ ശ്രീകാന്ത് നൽകുന്ന വിവരം അനുസരിച്ച് 6.8 നോട്ട് എന്നുള്ളത് മാത്രമാണ് ഇപ്പോഴത്തെ അടിയൊഴുക്കിന്റെ വിവരം. അത് സ്വാഭാവികമായും വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ അടിയൊഴുക്കിൽ എങ്ങനെ ഈ സാന്നിധ്യം കണ്ടെത്തും, അല്ലെങ്കിൽ ട്രക്ക് കണ്ടെത്താൻ കഴിയുമെന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും സ്പോട്ട് 3-ൽ ട്രക്കുണ്ട് എന്നുള്ളൊരു സൂചന, അതൊരു സ്ഥിരീകരണത്തിലേക്കൊക്കെ അല്ലെങ്കിൽ വിലയിരുത്തലിലേക്കൊക്കെ കടക്കുന്ന ഒരു സാഹചര്യമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ സാഹചര്യത്തിൽ പറയാം. പക്ഷേ അതും പൂർണ്ണ അർത്ഥത്തിലല്ല. നമ്മളത് ഔദ്യോഗികമായി അവർ സ്ഥിരീകരിക്കും. 7:30 സമയത്തൊരു അവലോകന യോഗം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാനുള്ള സാധ്യത അത് നമുക്ക് ഒരു വിവരമായി ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതുകൂടെ കഴിഞ്ഞിട്ടായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുക. ഏതായാലും നാളെ ഫ്ലോട്ടിംഗ് പോയിന്റൂൺ ഇതുമായി ബന്ധപ്പെട്ട് ശിരൂരിലേക്ക് എത്തിക്കും. അതുപയോഗിച്ചിട്ടുള്ള പരിശോധന നാളെ നടക്കും. 11-ാം ദിവസവും നമുക്ക് നിരാശ തന്നെയാണ് ഫലം. നേരത്തെ കാർവാർ SP അടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെ അടക്കം സഹായത്തോടുകൂടി വരും മണിക്കൂറുകളിൽ തൊട്ടടുത്ത ദിവസം പരിശോധന നടത്താനാണ്, തിരച്ചിൽ നടത്താനാണ് നിലവിൽ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ആക്ഷൻ പ്ലാൻ എങ്ങനെയെന്നുള്ള കാര്യം ഈ സംയുക്ത പരിശോധനാ റിപ്പോർട്ട് ജില്ലാ കളക്ടറും അതേപോലെ തന്നെ SP, കാർവാർ SP, ഉത്തര കന്നഡ SP ഉൾപ്പെടെയുള്ള ആളുകൾ അവർ ചേർന്നിരുന്നൊരു യോഗം ചേരും. ശേഷം കേരളത്തിൽ നിന്നുള്ള മന്ത്രി മുഹമ്മദ് റിയാസിനെ അടക്കം വിവരങ്ങൾ ധരിപ്പിച്ച ശേഷമായിരിക്കും നാളത്തേക്കുള്ള ആക്ഷൻ പ്ലാൻ തയ്യാറാവുക. ഗംഗാവലി നദിയിൽ ശക്തമായ കുത്തൊഴുക്ക് ഇപ്പോഴും തുടരുന്നുണ്ട്. അതിൻ്റെ കണക്ക് പുറത്തു വരുമ്പോൾ അതിൻ്റെ കറണ്ട് സ്പീഡ് 6.8 നോട്ട് എന്നുള്ളതാണ്. ഈ കാലാവസ്ഥയിൽ, ഈ അന്തരീക്ഷത്തിൽ രക്ഷാദൗത്യ സംഘത്തിന് അവിടെ ഇറങ്ങി ഡൈവ് ചെയ്യുക എന്നുള്ള കാര്യം വലിയ വെല്ലുവിളിയുള്ളതാണ്, വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണ്. ഇപ്പോഴതിൻ്റെ കറണ്ട് സ്പീഡ് 6.8 എന്നുള്ളതാണ് ഔദ്യോഗികമായി രേഖപ്പെടുത്തുന്നത്. അത് 3-3-ൽ താഴെയെങ്കിലും എത്തിയാൽ മാത്രമേ നാവികസേനയ്ക്ക് അവിടെ ഒരു തെരച്ചിലിന് സാധ്യമാകൂ എന്നുള്ളതാണ്. ശ്രീകാന്ത് അതിൻ്റെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഈ കുത്തൊഴുക്ക് അത് ഇപ്പോഴും 6.8 നോട്ടിൽ തന്നെ നിൽക്കുകയാണ്. അത് താഴേക്കിറങ്ങാതെ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആക്ഷൻ നടത്തുക എന്നുള്ളത് വലിയ വെല്ലുവിളി നിറഞ്ഞതാണ്. അതിൻ്റെ ഇമേജ് സൂചിപ്പിക്കുന്നത് എന്താണ് ശ്രീകാന്ത്? നിലവിലിപ്പോൾ ലോറി ഉണ്ട് എന്നൊരു നിഗമനത്തിൽ തന്നെയാണ്, ഐഡന്റിഫൈ ചെയ്ത സ്പോട്ടിൽ ലോറി ഉണ്ട് എന്ന നിഗമനത്തിൽ തന്നെയാണ് കാര്യങ്ങളുടെ മുന്നോട്ടുള്ള പോക്ക്.
അത് ആ തരത്തിൽ പരിശോധന തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് ഈ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ആ റിപ്പോർട്ടിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കും ഏത് തരത്തിലാണ് ആ ഒബ്ജക്റ്റ് കിടക്കുന്നത് എന്നുള്ളത്, അതായത് ഈ ലോറി കിടക്കുന്നത്, ട്രക്ക് കിടക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായി അതിൽ രേഖപ്പെടുത്തിയിരിക്കും. ആ രേഖപ്പെടുത്തിയതനുസരിച്ച് ഡൈവർമാർക്ക് മുന്നോട്ട് പോകാം. മറ്റൊന്ന്, ഞാൻ നേരത്തെ പോണ്ടൂണിന്റെ കാര്യം പറഞ്ഞു, ഫ്ലോട്ടിംഗ് പോണ്ടൂൺ. ഈ മേഖലയുടെ ഒരു പ്രത്യേകതയാണത്. കാരണം മൈനിങ് ഒക്കെ തന്നെ ധാരാളമുള്ള മേഖലയാണ് ഇത്. ഇവിടെയൊക്കെ തന്നെ ഈ അടിവശം പരന്ന ബോട്ട്, നമ്മൾ ഈ മറ്റ് ഇടങ്ങളിൽ കാണുന്ന ഈ ടൂറിസത്തിന് ഉപയോഗിക്കുന്ന ടൈപ്പ് പോണ്ടൂണല്ല, നേരെ മറിച്ച് അടിവശം പരന്ന ബോട്ടുകൾ പോലെയുള്ള പോണ്ടൂണുകളുണ്ട്. അത് ഇവിടുത്തെ മൈനിങ് മേഖലയിൽ ഉപയോഗിക്കുന്നതാണ്. ആ പോണ്ടൂണുകളാണ് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. കാർവാർ MLA മേൽനോട്ടത്തിലാണ്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ്, അദ്ദേഹത്തിന്റെ സ്വന്തം താല്പര്യമെടുത്താണ് അദ്ദേഹം ഈ പോണ്ടൂണുകൾ എത്തിക്കാൻ പോകുന്നത്. നേവി ഉദ്യോഗസ്ഥരുമായി ഇക്കാര്യം നമുക്ക് സംസാരിക്കാൻ സാധിച്ചു. അവർ പറയുന്ന കാര്യം ഇതാണ്: എന്തായാലും ഒരു ശ്രമം നടത്തി നോക്കാം എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. MLA ഇത്തരത്തിൽ പോണ്ടൂൺ എത്തിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എത്രത്തോളം സക്സസ് ആവും എന്നറിയില്ല. ഈ ഒഴുക്കനുസരിച്ചു കൂടി ഇരിക്കും പോണ്ടൂണുകൾ നിലനിൽക്കുന്നത്. പക്ഷേ ഈ മേഖലയിലെ പോണ്ടൂണുകൾ കുറച്ചുകൂടി കരുത്തുള്ളതാണ്. നമ്മുടെ ഈ മറ്റ് സ്ഥലങ്ങളിലൊക്കെ കാണുന്നത് പോലെ, ഈ ടൂറിസം മേഖലയിലൊക്കെ കാണുന്നത് പോലെയുള്ള ശക്തി കുറഞ്ഞ പോണ്ടൂണുകളല്ല ഇവിടുത്തേത്. മൈനിങ് മേഖലകളിൽ ഉപയോഗിക്കുന്ന, കടൽ ഉൾപ്പെടെയുള്ള മേഖലകളിൽ മൈനിങ് മേഖലകളിൽ ഉപയോഗിക്കുന്ന പോണ്ടൂണുകളാണുള്ളത്. അതിട്ട് നോക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് നേവിയും എത്തിയിട്ടുണ്ട്. കാരണം നേവി ഈ തെരച്ചിൽ നിർത്തുന്നില്ല, അവർ എല്ലാ പിന്തുണയും നൽകുന്നു. ഇപ്പോൾ നടക്കുന്ന പോണ്ടൂൺ ഇട്ടുള്ള പരിശോധനയിൽ പൂർണ്ണമായും സഹകരിക്കാൻ നേവി തീരുമാനിച്ചിട്ടുണ്ട്. പോണ്ടൂൺ എത്തട്ടെ, നാളെ അതിടട്ടെ. ഈ 4 വശത്തും ആങ്കർ ചെയ്ത് നിർത്തുന്നതാണ് ഈ മേഖലയിലുള്ള പോണ്ടൂണുകൾ എന്നാണ് കാർവാർ MLA പറഞ്ഞത്. അത് നോക്കട്ടെ എന്നാണ് നേവിയുടെ തീരുമാനം. അങ്ങനെയെങ്കിൽ ഈ ആങ്കർ ചെയ്ത് നിർത്താൻ സാധിച്ചാൽ അവിടെ ഡീപ്പ് ഡൈവ് ചെയ്യുക ഒട്ടും നടക്കില്ല. ഈ പോണ്ടൂണിന്റെ ഒരറ്റത്ത് വെയിറ്റ് കൊടുത്ത് വെയിറ്റ് താഴ്ത്തി, അതൊന്നുകിൽ ഇരുമ്പ് വടമാകാം അല്ലെങ്കിൽ ഇരുമ്പ് കമ്പിയാകാം, അത് ഈ നദിയിലേക്ക് താഴ്ത്തി അതുവഴി 1-2 ഡൈവർമാർ പിടിച്ച് താഴേക്ക് ഇറങ്ങുക എന്നുള്ളതായിരിക്കും ഏക പോംവഴി. ആ രീതിയിൽ നോക്കാം എന്നുള്ളതാണ്. വളരെ റിസ്കി ഗെയിമാണ് ഇപ്പോൾ നടത്താൻ പോകുന്നത് ഈ നേവിയുടെ നേതൃത്വത്തിലുള്ള സംഘം. കാരണം മുൻപെങ്ങും തന്നെ ഇത്തരത്തിൽ ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തിയ അനുഭവം നേവി ഉദ്യോഗസ്ഥരും പങ്കുവെക്കുന്നില്ല. ഇത്തരം പോണ്ടൂണുകൾ കൊണ്ടുവന്ന് നദിക്ക് കുറുകെയിട്ട് അത് ആങ്കർ ചെയ്ത് നിർത്തി വലിയ ഇരുമ്പ് കമ്പിയിൽ തൂങ്ങി ഡൈവ് ചെയ്ത് അടിയിലേക്ക് പോകുന്ന ഒരു രീതി, അത് ആദ്യമായി പരീക്ഷിക്കുകയാണ് എന്നാണ് നേവിയും പറയുന്നത്. എന്തായാലും അവർ സഹകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സക്സസ് ആവുമെങ്കിൽ വലിയ മുന്നേറ്റമായിരിക്കും അത് എന്ന് നേവി പറയുന്നു. തങ്ങൾക്കൊരവസരം കിട്ടിയാൽ മതി, തങ്ങൾ അത് പരമാവധി പ്രയോജനപ്പെടുത്തും എന്നവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസവും ഇന്നത്തെ ദിവസവും പോലെ ആകില്ല നാളത്തെ ദിവസം എന്ന് നമുക്ക് വേണമെങ്കിൽ കരുതാം. വേണമെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ പോലെ അല്ലാതെ നാളെ കൂടുതൽ ഒരു പരിശോധന, കൂടുതൽ കാര്യക്ഷമമായ പരിശോധന നടക്കുമെന്ന് പ്രതീക്ഷിക്കാം. ശ്രീകാന്ത്, എന്തെങ്കിലും തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ പുതിയ സംവിധാനങ്ങൾ വേണം എന്ന നിലയുണ്ട്. അത് എത്ര മണിയോടുകൂടി നാളെ എത്തിക്കാൻ കഴിയുമെന്നത് സംബന്ധിച്ച സൂചനകളുണ്ടോ ശ്രീകാന്ത്? ഇല്ല. എസ് ശ്രീകാന്ത് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഗംഗാവലിപ്പുഴയിൽ ശക്തമായ അടിയൊഴുക്ക് തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നുള്ള വിവരം ഔദ്യോഗികമായി തന്നെ പുറത്തു വരുന്നുണ്ട്. നേവിക്ക് ഡൈവ് ചെയ്യാൻ കഴിയാത്ത നിലയാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. കാലാവസ്ഥ പ്രതികൂലമായി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ പുതിയ സംവിധാനങ്ങളെ, പുത്തൻ സംവിധാനങ്ങളെ ആശ്രയിക്കാനുള്ള നീക്കത്തിലേക്കാണ് ഷിരൂരിലെ രക്ഷാദൗത്യം കടക്കുന്നത്. തെരച്ചിലിന് പുതിയ രീതികൾ സ്വീകരിക്കാനുള്ള നീക്കം ഉണ്ടാകുന്നു. അത് സംബന്ധിച്ച കൂടിയാലോചനകളാണ് ഏറ്റവും ഒടുവിലായി ഉണ്ടാകുന്നത്. രക്ഷാദൗത്യ സംഘത്തിൻ്റെ സംയുക്ത റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറാൻ പോകുന്നു. കൂടുതൽ കാര്യങ്ങൾ, കൂടുതൽ നടപടികൾ എങ്ങനെ വേണം എന്നുള്ള കാര്യത്തിൽ ആലോചനകൾ സജീവമായി ഉണ്ടാകുന്നുണ്ട്. രക്ഷാദൗത്യം വിലയിരുത്താൻ ചേർന്ന ഉന്നതതല യോഗത്തിന് ശേഷം മന്ത്രി PM മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർ അക്കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. തെരച്ചിലിന് ഏത് ഏരിയയിലേക്ക് ഫോക്കസ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. അത് സ്പോട്ട് 3 ആണ്. അവിടെ നിന്ന് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്ന മുറയ്ക്ക് ഒരു ഔദ്യോഗികമായൊരു സ്ഥിരീകരണം, അവിടെ ലോറിയുണ്ട് എന്നുള്ള നിലയിലേക്ക് എത്തുന്ന മുറയ്ക്ക് അവിടേക്ക് നാവികസേനാംഗങ്ങൾ എത്തിച്ചേരുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ആലോചിക്കുന്നത്. അതിനാണ് വെല്ലുവിളി നേരിടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മൂവിനാണ് വെല്ലുവിളി നേരിടുന്നത്. അതിനെ മറികടക്കാനുള്ള നീക്കങ്ങളാണ് ഉണ്ടാകുന്നത്. ശ്രീകാന്ത് തുടരുന്നുണ്ട്. ശ്രീകാന്ത്, ഇപ്പോഴും കുത്തൊഴുക്ക് അതിശക്തമായി തന്നെ പുഴയിൽ തുടരുന്നുണ്ട്. ആ കണക്കത് വ്യക്തമാക്കുന്നുണ്ട്. 6.8 നോട്ടിൽ തന്നെ നിൽക്കുകയാണ്. ഈ പുതിയ സംവിധാനങ്ങൾ എത്തുന്നുണ്ടെങ്കിൽ തന്നെ അത് എപ്പോഴേക്ക് നാളെ എത്താനാണ് സാധ്യത ശ്രീകാന്ത്?
റീജിത്ത്, ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ഈ പറഞ്ഞ സ്ഥലത്ത് ലോറി ഉണ്ട് എന്നൊരു സൂചന ഈ കാർവാർ MLA ആണ് നമ്മളോട് നൽകിയിട്ടുള്ളത്. അതിന്റെ ഇമേജ് കിട്ടിയിട്ടുണ്ടെന്നും രാത്രി അത് പുറത്തു വരുമെന്നും ആ റിപ്പോർട്ട് ഇപ്പോൾ തങ്ങളുടെ കൈവശമുണ്ട്, ആ തയ്യാറാക്കിയ റിപ്പോർട്ടുണ്ട്, അത് കമ്മീഷണർ ഡിസ്ട്രിക്ട് കളക്ടർക്ക് സമർപ്പിക്കുമെന്നും കാർവാർ MLA ആണ് ആദ്യം പറയുന്നത്. ആ തരത്തിൽ ഒരു വിലയിരുത്തലിലേക്ക് ലോറി ആ സ്പോട്ട് 3-യിലുണ്ട് എന്ന കാര്യത്തിൽ പൂർണ്ണമായ ഉറപ്പ് കിട്ടിയാൽ മാത്രമേ ഈ പറഞ്ഞ പൊണ്ടൂൺ അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് കാര്യമുള്ളൂ. അതിൽ ഇന്ന് എന്തെങ്കിലും ഉറപ്പ് കിട്ടിയാൽ ഈ രക്ഷാദൗത്യം, ഈ 11ാം ദിവസത്തിൽ ഈ രക്ഷാദൗത്യം അതിന് തുടക്കം കുറിക്കുന്നു എന്നേ നമുക്കിത് പറയാൻ പറ്റൂ. കാരണം ഇതുവരെയും നടന്ന രക്ഷാദൗത്യത്തിൽ യാതൊരു തരത്തിലുള്ള പുരോഗതിയും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതാദ്യമായി ലോറി കണ്ടെത്താൻ സാധിച്ചാൽ, അതിന്റെ ഇമേജ് കണ്ടെത്താൻ സാധിച്ചാൽ രക്ഷാദൗത്യം ഇവിടെ തുടങ്ങുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അത് ഇന്ന് രാത്രി കൃത്യമായി അറിയാം. ഇനി ഈ പൊണ്ടൂണൊക്കെ കൊണ്ടുവന്നാൽ ഏത് തരത്തിലായിരിക്കും അതിന്റെ മുന്നോട്ടുള്ള പോക്ക് എന്ന് ചോദിച്ചാൽ, നാളെ ഗോവയിൽ നിന്നും പൊണ്ടൂൺ എത്തും എന്നാണ് കാർവാർ MLA ചൂണ്ടിക്കാണിച്ചത്. അദ്ദേഹത്തിന്റെ സ്വന്തം നിലയിലാണ് ഈ പൊണ്ടൂൺ ഇവിടെ എത്തിക്കുന്നത്. അദ്ദേഹം ഇതിനോടകം തന്നെ അതിനുള്ള നിർദ്ദേശം നൽകിയെന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ റീജിത്ത് പറഞ്ഞല്ലോ, ഈ ഗോവ മേഖലയിലൊക്കെ തന്നെ, അല്ലെങ്കിൽ ഈ കാർവാർ ഉൾപ്പെടുന്ന ഈ ബെൽറ്റിലൊക്കെ തന്നെ മൈനിങ് മേഖലയാണ്. ഈ കടലിനോട് ചേർന്നും അതോടൊപ്പം തന്നെ ഈ തീരപ്രദേശത്തോട് ചേർന്നും ഒക്കെ തന്നെ മൈനിങ് ധാരാളമുണ്ട്. ആ മേഖലകളിൽ ഉപയോഗിക്കുന്നതാണ് ഇവിടുത്തെ പൊണ്ടൂണുകൾ. നമ്മുടെ ഈ പല സ്ഥലങ്ങളിലും, ഇപ്പോൾ വർക്കലയിലും എറണാകുളത്തുമൊക്കെ പല സ്ഥലങ്ങളിലുമൊക്കെ ഈ തീരദേശ മേഖലയിൽ വിനോദസഞ്ചാരത്തിന് വേണ്ടി പൊണ്ടൂണുകൾ ഇട്ടിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള പൊണ്ടൂണുകളല്ല എന്നാണ് നേവി ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞത്. അവർ പറയുന്നത് അടിവശം നല്ല ഫ്ലാറ്റായുള്ള വലിയ ഭാരമുള്ള പൊണ്ടൂണുകളാണ് ഉള്ളത്. അത് 4 ഭാഗം ആങ്കറേജ് ചെയ്ത് നിർത്താൻ പറ്റിയാൽ അതിൻ്റെ ഒരറ്റത്ത് കമ്പി നദിയിലേക്ക് ഇറക്കി അതിലൂടെ താഴേക്ക് പോകാൻ തങ്ങളൊരു ശ്രമം നടത്തും എന്നവർ തറപ്പിച്ച് പറയുന്നു. രാവിലെ തന്നെ ഈ പൊണ്ടൂൺ എത്തും എന്ന് MLA പറഞ്ഞിട്ടുണ്ട്. എത്തുമെന്ന് പ്രത്യാശിക്കാം. ഇന്ന് രാത്രി ലോറി കണ്ടെത്തി, ലോറിയുടെ ഇമേജ് കിട്ടി എന്നൊരു വാർത്ത, ആ ഒരു വാർത്തയ്ക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. അത് ലോറി തന്നെ അത് ആ സ്പോട്ട് 3-യിലുണ്ട് എന്ന് ആ റിപ്പോർട്ട് സഹിതം ഉറപ്പിച്ചാൽ നാളെ രാവിലെ പൊണ്ടൂൺ എത്തും. അത് കൃത്യമായി സജ്ജമാക്കി അത് ഈ നദിയുടെ നടുക്കിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും. പക്ഷേ നാളെ എന്തായാലും ഒരിക്കലും രക്ഷാപ്രവർത്തനം നടക്കാൻ പോകുന്നില്ല. ഈ പൊണ്ടൂൺ ഘടിപ്പിച്ച് നദിയുടെ നടുക്കിലേക്ക് കൊണ്ടുവരണം. അതെന്തായാലും നാളെ മുഴുവൻ നീണ്ടു നിൽക്കുന്ന പ്രോസസ്സായിരിക്കും. മറ്റന്നാളോടുകൂടിയൊക്കെ മാത്രമേ അവിടെ ഈ രക്ഷാപ്രവർത്തനം അതിൻ്റെ പൂർണ്ണ തോതിൽ നടക്കാനുള്ള സാധ്യതയുള്ളൂ. എന്തായാലും 1-2 ദിവസം ഇതിനു വേണ്ടി എടുക്കും. നാളെ പൊണ്ടൂൺ വന്നാലുള്ള കാര്യമാണ് പറയുന്നത്. പൊണ്ടൂൺ വരാൻ താമസിച്ചാൽ വീണ്ടും രക്ഷാദൗത്യം നീളും. ഈ ഇത്ര വലിയ അടിയൊഴുക്കിൽ ഒരിക്കലും ഡൈവർമാർ ഇറങ്ങില്ല. 6.8 ആണ് ഇപ്പോഴത്തെ ഇവിടുത്തെ നോട്ട്സ് എന്നാണ് ഏറ്റവും ഒടുവിൽ നേവി അറിയിക്കുന്നത്. ശരി, ശ്രീകാന്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു. സ്പോട്ട് 3-യിൽ ലോറി ഉണ്ട് എന്ന് ഔദ്യോഗികമായി ഉറപ്പിച്ചതിന് ശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ് ദൗത്യസംഘം ആലോചിക്കുന്നത്. ശിരൂരിലെ രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമായി അരുൺ പാറയ്ക്കൽ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ പാറയ്ക്കൽ, ഏറ്റവും വില്ലനായി നിൽക്കുന്നത് പ്രതികൂലമായ കാലാവസ്ഥയാണെന്ന് നമുക്കറിയാം. നദിയിലെ ശക്തമായ കുത്തൊഴുക്ക്, അതിൻ്റെ കണക്ക് ഏറ്റവും ഒടുവിലായി പുറത്തു വന്നപ്പോൾ അത് 6.8 നോട്ടിൽ തന്നെ നിൽക്കുകയാണ്. ഒരു ഡീപ്പ് ഡൈവിന് സാധ്യമായ സാഹചര്യമല്ല. ഇന്ന് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് ഏതു തരത്തിലുള്ള പ്രതിസന്ധിയാണ് ഉണ്ടായത്? ഇനി നാളെ പ്രതീക്ഷയോടുകൂടി ആ ദൗത്യം പുനരാരംഭിക്കാനിരിക്കുകയാണ്. അതിനിടയിൽ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള പ്രവചനം, പുഴയിലെ സാഹചര്യം, അതൊക്കെ എന്താണ്? മത്സ്യത്തൊഴിലാളികളുടെ സഹായം കൂടി തേടുന്ന സാധ്യതയൊക്കെ പരിശോധിക്കുന്നുണ്ട്. പുതിയ വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് അരുൺ പാറയ്ക്കൽ? റിജിത്ത്, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ അങ്കോള ഷിരൂർ പ്രദേശത്ത് ഇപ്പോഴും ശക്തമായ കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മഴയ്ക്ക്, അതായത് ഒരു പെരുമഴ പെയ്യാനുള്ള സാധ്യത ഇവിടെ കാണുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും കർണാടക ഉൾവനങ്ങളിലൊക്കെ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ഈ നദിയിൽ, ഗംഗാവലി നദിയിൽ അടിയൊഴുക്ക് രൂക്ഷമായി തന്നെ തുടരുകയാണ്. 6.8ലേക്ക് അടിയൊഴുക്ക് മാറിയിരിക്കുന്നു. ഈ സമയത്ത് ഡീപ്പ് ഡൈവിങ്ങിന് സാധ്യമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇത് ഒരു 2 നോട്ടായി കഴിഞ്ഞാൽ മാത്രമാണ് ഇതിലേക്ക്, അതായത് ഈ നദിക്കടിയിലേക്ക് മുങ്ങൽ വിദഗ്ധർക്ക് ഇറങ്ങാൻ കഴിയൂ എന്നാണ് ഈ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പറയുന്നത്. അതല്ലെങ്കിൽ ഒരു ആത്മഹത്യാപരമായ തീരുമാനത്തിലേക്കായിരിക്കും. ഒരുപക്ഷെ ഈ നാവികസേനാ ഉദ്യോഗസ്ഥരുടെ ജീവൻ തന്നെ അപകടത്തിലാകാവുന്ന ഒരു സാഹചര്യം ഈ നദിയിലുണ്ട്. നദിയുടെ ഒഴുക്ക് വർദ്ധിക്കുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഒപ്പം ഈ മലനിരകളിൽ നിന്ന് വരുന്ന വെള്ളം അത് ഇപ്പോഴും ഈ ഷിരൂർ കുന്നിൽ വലിയ രീതിയിൽ പ്രവഹിക്കുന്നുണ്ട്.
വീണ്ടും കുന്നിടിയാനുള്ള അല്ലെങ്കിൽ ആ മണ്ണ് ഒലിച്ച് താഴേക്കിറങ്ങാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. എന്തായാലും ആ നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയാവുന്നു. ഈ ലോറിയുടെ സാന്നിധ്യം കണ്ടെത്തിയ പോയിന്റുകളിൽ അവിടെ കൃത്യമായ പരിശോധന നടത്തണമെങ്കിൽ അടിയിലേക്ക്, അതായത് നദിക്കടിയിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അതിനിപ്പോൾ എന്തായാലും സാധിച്ചിട്ടില്ല റീജിത്ത്. ഒപ്പം പ്രാദേശികമായ മത്സ്യത്തൊഴിലാളികളുടെ സേവനം കൂടി ആവശ്യപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ സഹായം കൂടി തേടുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആ പുഴയെക്കുറിച്ച്, ഗംഗാവലിയുടെ അടിയൊഴുക്കിനെക്കുറിച്ച്, ഗംഗാവലിയുടെ രൗദ്രരൂപത്തെക്കുറിച്ച് അറിയുന്നവർ ഒരുപക്ഷെ ഈ മത്സ്യത്തൊഴിലാളികളായിരിക്കാം. അതുകൊണ്ടാണ് ആ മത്സ്യത്തൊഴിലാളികളുടെ എപ്പോഴും ഈ മീൻ പിടിക്കാൻ വേണ്ടി ആ പുഴയിലിറങ്ങുന്ന ആളുകളെ, വഞ്ചി ഉപയോഗിക്കുന്ന ആളുകളെയൊക്കെ ഈ രക്ഷാദൗത്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ഒടുവിൽ സർക്കാർ തീരുമാനിച്ചത്. എന്തായാലും നാളെ മുതൽ അവരുടെ സേവനം ആവശ്യപ്പെടും, അല്ലെങ്കിൽ അവരെ കൂടി ഈ ദൗത്യസംഘത്തിൽ ഉൾപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇത് ഈ ഒരു അടിയൊഴുക്ക് കുറയുന്ന സാഹചര്യത്തിൽ മാത്രമായിരിക്കും നാവികസേന കൂടുതൽ തിരച്ചിൽ, അതായത് ഈ ലോറിയെ കണ്ടെത്താൻ ആഴത്തിലുള്ള തിരച്ചിൽ നടത്തുക. റീജിത്ത്, അരുൺ പാറക്കൽ, ഈ അടിയൊഴുക്ക് കുറയാൻ കാത്തിരിക്കുക, മഴ കുറയാൻ കാത്തിരിക്കുക എന്നുള്ളതും ഒന്നും നിലവിൽ പ്രായോഗികമായ കാര്യമല്ല. അതുകൊണ്ടാണ് മറ്റ് സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തുക എന്നുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ പോയിരിക്കുന്നത്. ശക്തമായ അടിയൊഴുക്കുണ്ട്, അത് കുറയുക, അതൊരു 6.8-ൽ നിന്നൊരു 3-ക്ക് താഴേക്ക് എത്തുക എന്നുള്ളതൊക്കെ ഒരുപക്ഷെ ദിവസങ്ങളോളം തന്നെ കാത്തിരിക്കേണ്ട നിലയുണ്ടാകും. കാരണം അവിടെ അതിശക്തമായി തന്നെ മഴ തുടരുന്നുണ്ട്. അങ്ങനെ മഴ തുടരുന്ന സാഹചര്യത്തിൽ അത് കുറഞ്ഞ് 3-ന് താഴേക്ക് എത്തുക എന്നുള്ളതൊക്കെ ഒരുപക്ഷെ ദിവസങ്ങളോളം നമ്മൾ കാത്തിരിക്കേണ്ടി വരും. അത്തരം ഒരു കാത്തിരിപ്പ് നമുക്ക് ഈ ഘട്ടത്തിൽ സാധ്യവുമല്ല. അതുകൊണ്ട് പുതിയ സംവിധാനങ്ങൾ ഒരുക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതും പൂർണ്ണമായ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പര്യാപ്തമാണോ എന്നുള്ള സംശയങ്ങളൊക്കെ അവിടെ ബാക്കി നിൽക്കുന്നുമുണ്ട്. ഈ പുതിയ സംവിധാനങ്ങളെ നിലവിലെ കാലാവസ്ഥയിൽ ഉപയോഗപ്പെടുത്തുന്നതിൽ ഉണ്ടാകാൻ പോകുന്ന വെല്ലുവിളികൾ എങ്ങനെയാണ് അരുൺ പാറക്കൽ? റീജിത്തെ, ഈ ഫ്ലോട്ടിംഗ് പാൻറ്റൂൺ ഉപയോഗിക്കുക, അത് ഇന്ന് തന്നെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതായിരുന്നു പ്രധാനമായി തീരുമാനിച്ചത്. പക്ഷേ ഇന്നിപ്പോൾ ഫ്ലോട്ടിംഗ് പാൻറ്റൂൺ ഇതുവരെയും ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ ആ ദൃശ്യങ്ങളൊക്കെ തന്നെ ആ പ്രദേശത്ത് തന്നെ ഞാനുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആ കാഴ്ച ഇതുവരെയും കാണാൻ സാധിച്ചില്ല. നദിയിലേക്ക് ഈ ഫ്ലോട്ടിംഗ് പാൻറ്റൂൺ ഇറക്കിയിട്ടില്ല. പക്ഷേ അത് നദിയിലേക്ക് ഇറക്കി അതിന് മുകളിൽ യന്ത്രങ്ങൾ വെച്ച് പരിശോധിക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇപ്പോൾ ദൗത്യസംഘം നടത്തുന്നത്. ഉടൻ തന്നെ ആ നടപടിയിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാത്രി സമയത്തെ ഈ ഒരു തെരച്ചിലിന്, ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് അതിന് ചില തടസ്സങ്ങളുണ്ട്. ഈ ശിരൂർ കുന്നിൽ ഇപ്പോഴും മണ്ണിടിയാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഒപ്പം മഴ കനക്കുകയാണ്. ഈ കൊങ്കൺ ടെറൈൻ, അത് വലിയൊരു പ്രശ്നമാണ് റീജിത്തെ. കൊങ്കൺ ടെറൈനിൽ എപ്പോഴാണ് മഴ പെയ്യുന്നത് എന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. നമ്മൾ അവിടെ നിൽക്കുമ്പോൾ എപ്പോൾ വേണമെങ്കിലും ശക്തമായ മഴയും അതിശക്തമായ കാറ്റും ഉപകരണങ്ങൾ വരെ വീഴ്ത്താവുന്ന, അല്ലെങ്കിൽ ആ ഗംഗാവലിയിലേക്ക് തള്ളിയിടാൻ കഴിയുന്ന അത്രത്തോളം സമ്മർദ്ദമുള്ള ഒരു കാറ്റാണ് അവിടെ വീശുന്നത്. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഈ നദിയിൽ ഈ യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് എങ്ങനെ തെരച്ചിൽ നടത്തുമെന്നത് ഇപ്പോഴും ഈ രക്ഷാദൗത്യത്തിന് ആ കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനിക്കുന്നേ ഉള്ളൂ. അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാവുന്നതേ ഉള്ളൂ. എന്തായാലും നാളെയോടുകൂടി കൂടുതൽ പരിശോധന ആരംഭിക്കും. ഈ അടിയൊഴുക്ക് കുറയാൻ കാത്തു നിൽക്കില്ല. റീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അടിയൊഴുക്ക് കുറയാൻ കാത്തു നിൽക്കണമെങ്കിൽ ഇനിയും ദിവസങ്ങൾ വേണ്ടിവരും. ഈ സമീപവാസികളിൽ നിന്ന്, ഈ പുഴയെക്കുറിച്ച് അറിയാവുന്ന ആളുകളിൽ നിന്ന് നമുക്ക് മനസ്സിലായത് 2 മാസത്തോളം ഇങ്ങനെ തുടർച്ചയായ മഴയുണ്ടാവും, അതിശക്തമായ കാറ്റുണ്ടാവും. പുഴയുടെ ഒഴുക്ക് 2 മാസത്തോളം ഇതേ രീതിയിൽ നീണ്ടുപോകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അത്തരമൊരു സാഹചര്യത്തിൽ ഇനിയും കാത്തിരിക്കുക എന്നത് അത്ര സുഖകരമായ കാര്യമല്ല. കുടുംബം അർജുന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. ഒപ്പം മലയാളികളെ എല്ലാവരും കാത്തിരിപ്പിലാണ്. ഈ രക്ഷാപ്രവർത്തക സംഘത്തിൻ്റെയും സൈന്യത്തിൻ്റെയും ഒക്കെ പ്രഥമ പരിഗണന അർജുനെ കണ്ടെടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നദിയിലിറങ്ങി തെരച്ചിൽ നടത്താനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. റിജിത്ത്, ശരി. അരുൺ പാറക്കൽ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. കാലാവസ്ഥ എത്രത്തോളം വലിയ തിരിച്ചടി ആ ദൗത്യത്തിന് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യം വിശദീകരിക്കുകയായിരുന്നു. ഒപ്പം തന്നെ കുത്തൊഴുക്ക് വളരെ പെട്ടെന്നൊന്നും തന്നെ കുറയാൻ സാധ്യതയില്ല, ഗംഗാവലി നദിയിലെ അടിയൊഴുക്ക് കുറയാൻ സാധ്യതയില്ല എന്നുള്ള വിലയിരുത്തലിനെ തുടർന്നാണ് പുതിയ സംവിധാനങ്ങൾ തേടാൻ ദൗത്യസംഘം ആലോചിക്കുന്നത്.
അതിൽ ചില പുതിയ സംവിധാനങ്ങൾ നാളെ ദൗത്യസംഘത്തിൻ്റെ ഭാഗമാകാൻ പോവുകയാണ്. അത് എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നത്, അതിന് കാലാവസ്ഥ തിരിച്ചടിയാകുമോ എന്നുള്ള കാര്യത്തിലൊന്നും നമുക്കൊരു വ്യക്തതയില്ല. അത് രക്ഷാദൗത്യ സംഘം വിലയിരുത്തുന്നുണ്ട്. അതിനുശേഷം ആ നടപടികളിലേക്ക് അവർ കടക്കുകയും ചെയ്യും. അവിടെയുള്ള മത്സ്യത്തൊഴിലാളികളോട് പ്രദേശവാസികളോടൊക്കെ ഞങ്ങളുടെ പ്രതിനിധികൾ ചോദിച്ചപ്പോൾ ഈ കുത്തൊഴുക്ക് ദിവസങ്ങളോളം തുടർന്നു നിൽക്കും, ഒരുപക്ഷെ അതൊരു മാസത്തിനപ്പുറത്തേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട് എന്നാണ് അവർ പ്രതികരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാലാവസ്ഥ അനുകൂലമാകുന്നതിന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളത് ഈ ഘട്ടത്തിൽ സാധ്യമല്ല. അതുകൊണ്ട് മറ്റ് സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്താനുള്ള നീക്കമാണ് ദൗത്യസംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അരുൺ പൂപ്പറമ്പ കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ പൂപ്പറമ്പ, ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ട്. സ്പോട്ട് 3-ൽ തന്നെ ലോറി ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം അല്പസമയത്തിനകം തന്നെ വരും എന്ന് നമുക്ക് കരുതാം. എങ്കിലും ഫോക്കസ് പോയിന്റ് ആ സ്പോട്ട് 3 തന്നെയാണ്. അവിടേക്ക് എത്താനുള്ള വെല്ലുവിളികളൊക്കെ നേരത്തെ നമ്മുടെ പ്രതിനിധികൾ വിശദീകരിച്ചു. ഈ അപകട സമയത്ത് അർജുൻ ലോറിയിൽ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യത്തിൽ പോലും ഒരു വ്യക്തതയില്ല. ഹോട്ടലിരുന്ന സ്ഥലത്തും എക്സ്കവേറ്റർ കൊണ്ട് പരിശോധനയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് അരുൺ പൂപ്പറമ്പ? റീജിത്ത്, ഇതിൽ അർജുൻ ഈ ലോറിയിൽ ഉണ്ടായിരുന്നോ എന്ന സംശയം ഉണ്ടാകാൻ പ്രധാനപ്പെട്ട ഒരു കാരണമെന്നുള്ളത്, ഇത് നമുക്കറിയാം ദേശീയപാത 65 ആ പാതയോരത്ത് ഈ സ്ഥലം നമ്മൾ ആദ്യഘട്ടം മുതൽ പറയുന്നതാണ്. ഈ സ്ഥലം, ഈ നിലവിൽ ഇപ്പോൾ അപകടം നടന്നിട്ടുള്ള സ്ഥലം, ഈ പ്രധാനമായും ലോറി ഡ്രൈവർമാർ അതോടൊപ്പം തന്നെ യാത്രികർ ഉൾപ്പെടെ അവിടെ എത്തി വിശ്രമിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണത്. അവിടെ ഒരു ചായക്കടയുണ്ട്. ആ ചായക്കടയിലുള്ളവർ പോലും ഈ അപകടത്തിൽ കാണാതാവുകയും അത്തരത്തിൽ ഈ ദുരന്തത്തിൽ ഉൾപ്പെടുകയും ചെയ്തവരാണ്. അങ്ങനെ ഈ അർജുൻ ലോറിയിൽ നിന്നിറങ്ങി വിശ്രമിച്ച് ഈ ചായക്കടയിലെത്തി ചായ കുടിക്കാൻ വേണ്ടി ചായക്കടയിലേക്ക് പോയിരുന്നോ എന്നുള്ള സംശയമൊക്കെ ആ ഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നു. അതിൻ്റെ സാധ്യതകൾ തള്ളിക്കളയാൻ സാധിക്കില്ല. നിലവിൽ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ള ഈ പുഴക്ക് അടിത്തട്ടിൽ ആ മേഖലയിൽ പോലും ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തിയിരുന്നു. എന്നാൽ ഈ ക്യാബിനകത്ത് മനുഷ്യ സാന്നിധ്യം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നതാണ് ഈ ഡ്രോൺ പരിശോധനയിലും കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം സാധ്യതകൾ കൂടി ദൗത്യസംഘം പരിശോധിക്കുന്നത്. ഈ അർജുൻ ഈ ക്യാബിനകത്തില്ലെങ്കിൽ പിന്നെ എവിടെയായിരുന്നു ഉണ്ടാവുക, അല്ലെങ്കിൽ അർജുന അപകടം നടക്കും ഈ മണ്ണിടിച്ചിൽ നടക്കുന്ന സമയത്ത് ലോറിയുടെ ക്യാബിനിൽ ഉണ്ടായിരുന്നില്ലേ, ഈ ചായക്കടയിലാണോ ഉണ്ടായത്? ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ദൗത്യസംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചായക്കടയിരുന്ന പുഴയോരത്ത് ചേർന്ന ആ ഭാഗത്ത് ഈ യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ, മണ്ണുമാന്തി യന്ത്രം ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ നടന്നത്. അവിടെ കഴിഞ്ഞ 2 ദിവസമായി അവിടെ ആഴത്തിലുള്ള മണ്ണെടുത്തിരുന്നു. അത് വലിയൊരു മൺകൂമ്പാരമാണ്. നമുക്ക് ഈ പുഴയിലേക്ക് പതിച്ച മണ്ണിൻ്റെ ഒരു വലിയ ഭാഗം അതൊരു വലിയ മൺകൂമ്പാരമായി അവിടെ കിടക്കുന്നുണ്ട്. അവിടെ കഴിഞ്ഞ 2 ദിവസമായി അവിടെ തെരച്ചിൽ നടത്തിയിരുന്നു. അവിടുത്തെ മണ്ണ് നീക്കി തെരച്ചിൽ നടത്തിയിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അങ്ങനെ നിരവധി സാധ്യമായ എല്ലാ വഴികളും ദൗത്യസംഘം ആലോചിക്കുന്നുണ്ട് തുടർ നീക്കങ്ങൾക്കായി. കുത്തൊഴുക്ക്, ഗംഗാവലി നദിയിലെ കുത്തൊഴുക്ക് ഇപ്പോഴും 6.8 നോട്ടിൽ തന്നെ നിൽക്കുകയാണ്. അത് താഴേക്കെത്താതെ അവിടെ ഒരു ഡൈവിംഗ് സാധ്യമല്ല എന്നുള്ളത് വലിയ വെല്ലുവിളിയായി തന്നെ നിൽക്കുന്നു. പ്രതികൂലമായ കാലാവസ്ഥയിലും പുതിയ സംവിധാനങ്ങൾ കൂടുതൽ സാധ്യതകൾ തേടുന്നു അർജുനെ കണ്ടെത്താൻ രക്ഷാദൗത്യ സംഘം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാവുകയാണ്.